രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുകയാണ്. രാഹുൽ 14 ദിവസത്തേക്ക് റിമാൻഡിൽ. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്നത്. 14 ദിവസത്തെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് വഞ്ചിയൂർ കോടതി. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു, പ്രോസിക്യൂഷൻ അതിശക്തമായ നിലപാട് രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ ഈശ്വർ എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ് കോടതിയിൽ നടന്നത്? നീലിമ, ഔദ്യോഗികമായി കോടതിയുടെ ഭാഗത്തുനിന്നുള്ള വിധി പ്രസ്താവം പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് മടങ്ങുന്നു, ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിജീവിതയെ അപമാനിച്ചതിൽ, അതിജീവിതയുടെ സ്വകാര്യ രേഖകൾ പുറത്തുവിട്ടതിൽ, അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ, ലൈംഗിക ചുവയോടെ സംസാരിച്ചതിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ മെന്ററാണ്, പബ്ലിക് ഫിഗറാണ്. അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് കോടതിയിൽ നിന്ന് നൽകാനാകുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വാദം പൂർത്തിയാക്കി ഔദ്യോഗികമായി വിധി പ്രസ്താവം പറഞ്ഞിരിക്കുന്നു. 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വർ റിമാൻഡിലാണ് എന്നുള്ളതാണ് വിധി പ്രസ്താവം. അതായത് വിശദമായ ചോദ്യം ചെയ്യലുകൾ, വിശദമായ തെളിവെടുപ്പുകൾ അടക്കം വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ വാദിച്ച എല്ലാ കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജി അംഗീകരിച്ചിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരു കുറ്റവാളി, ആ കുറ്റവാളി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധിയുടെ അടക്കം നഗ്നമായ വയലേഷൻ രാഹുൽ ഈശ്വർ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് 14 ദിവസത്തേക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്, ജാമ്യം നൽകാതിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് നീലിമ. അതായത് കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തെ നിയമത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനായി വീഡിയോ ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി സംസാരിക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന സ്ത്രീലമ്പടന് വേണ്ടി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന കപടമുഖക്കാരൻ, അങ്ങനെ തന്നെയാണ് പല കേസുകളിലും ഇയാളെ വിശേഷിപ്പിക്കേണ്ടത്. ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് വഞ്ചിയൂർ കോടതി. കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത്? ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശം കോടതിയിൽ നിന്ന് ഉണ്ടായോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ശാലിനി, നീലിമ, വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം നമുക്കത് നൽകാൻ സാധിക്കും. എന്തായാലും മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതായത് സ്ഥിരം കുറ്റവാളിയാണ്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലടക്കം പല വാർത്തകളുമായി ബന്ധപ്പെട്ടും പല വിവരങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ രാഹുൽ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം പബ്ലിസിറ്റി, സ്വന്തം പേജിന്റെ റീച്ച് കൂട്ടുന്നതടക്കമുള്ള ഇടപെടലുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സെൻസേഷൻ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി രാഹുൽ ഈശ്വർ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്പസമയം മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുവരുന്ന തുടർച്ച പ്രതികരണങ്ങൾ നൽകുന്നത് വെറും ഒരു പ്രതികരണത്തിനപ്പുറം നിയമ സംവിധാനത്തെ